അപ്പോൾ ഇന്നൊരു ചക്കപ്പുരാണം കേൾക്കാം അല്ലേ. മാമിയാണ് ചക്ക റെഡിയാക്കി തരണത്. പിന്നെ എനിക്കതങ്ങോട്ട് അരിഞ്ഞ് കുക്ക് ചെയ്യേണ്ട പാട് മാത്രമേ ഉള്ളൂ. അതായത് വീട്ടിലൊരു 90% ജോലികൾ മാമിയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ പാചകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലി. ആരോ പണ്ട് ഒരു ഇതിൽ പറഞ്ഞിട്ടില്ലേ, അതായത് പാചകം എന്ന് പറയുന്നത് എത്ര ചെയ്താലും മടുക്കാത്തതാണെന്ന്. അതുപോലെയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ട് അഭിപ്രായം പറയണം നല്ലതാണ് എന്ന് പറയണ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എൻ്റെ കാര്യം അങ്ങനെയാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അവിയലുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ചക്കയൊക്കെ അരിഞ്ഞ് വെച്ച് ചക്ക അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്ക അടക്കുന്ന സമയത്ത് കസിൻസ് എല്ലാവരും കൂടി വന്ന്, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ റിലേറ്റീവ്സൊക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഒരു വീട്ടിൽ വന്ന് ചക്ക അടത്ത് ചക്ക ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചക്കയൊക്കെ അവിച്ച് കഴിച്ച് കുറച്ച് നുണയും കൊതിയൊക്കെ പറഞ്ഞ് അടിപൊളി വൈബായിരുന്നു. ആ വൈബൊന്നും ഇപ്പം എങ്ങും നമ്മൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ റിലേറ്റീവ്സിനെ കസിൻസിനെയൊക്കെ അറിയാം എങ്കിലും എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ കസിൻസിന് അവരുടെ മക്കൾക്ക് എൻ്റെ മോനെയോ അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് പരസ്പരം അങ്ങോട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല. പിന്നെ വല്ല എന്തെങ്കിലും ഒക്കേഷനൊക്കെ വെച്ച് കാണും, സംസാരിക്കും, കളിക്കും, അങ്ങനെയൊക്കെ അല്ലാണ്ട് അതിനപ്പുറം ഒരു ഇതില്ല. പിന്നെ അതിനൊന്നും ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം തന്നെ അങ്ങനെയാണ്. എല്ലാവർക്കും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പം അതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഈ ബന്ധം പുതുക്കാനും സൗഹൃദങ്ങൾ കൊണ്ടുപോകാനും ബന്ധങ്ങൾ നിലനിർത്താനും ഒന്നും ആർക്കും സമയമില്ല. കാരണം ഇപ്പം അങ്ങനെയാണ് അല്ലേ. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ ചക്കയൊക്കെ ഇങ്ങനെ അടുപ്പി വെച്ച് അതിനിടയ്ക്ക് എനിക്ക് പാൽക്കാന്താരി കിട്ടി കേട്ടോ. അതാണ് ഞാൻ വീഡിയോയിലിടയ്ക്ക് കാണിച്ചത്. അതിനിടയ്ക്ക് കഥ പറഞ്ഞ് ബോറടിപ്പിച്ച്. ഓക്കെ, അതെനിക്ക് പാൽക്കാന്താരി മാമ എവിടെ നിന്നോ കൊണ്ടുവന്നതാണ്. അപ്പോൾ മാമക്ക് എവിടെ നിന്നോ കിട്ടിയതാണ്, അങ്ങനെ കൊണ്ടുവന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി, പിന്നെന്താണ് കാരയ്ക്ക, അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാമ എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവരും ഞാനുള്ള സമയത്ത്. പിന്നെ ഞാൻ കത്തിരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കത്തിരിക്ക ഒരു ഒഴിച്ച് കറി പോലെ വെക്കാൻ വേണ്ടി ഞാനൊരു തമിഴ് റീലിൽ കണ്ടതാണിത്. അപ്പം അന്ന് കണ്ടപ്പോഴേ ഞാൻ സേവ് ചെയ്തിട്ടതാണ്. പിന്നെ അതിനൊന്നും ജോലിക്കും അങ്ങനെയൊക്കെ പോയി സമയമൊക്കെ ഇല്ലാത്തത് കൊണ്ടിട്ട് പിന്നെ ഞാനിത് ഈ പരിപാടി ചെയ്ത് നോക്കില്ല. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ചെയ്യാൻ തോന്നി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഇടുന്നില്ല. ഞാനിങ്ങനെ ഈ കൂട്ടത്തിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് കത്തിരിക്ക പൊരിച്ച് നമ്മളെങ്ങനെയാണോ പൊരിക്കുന്നത് അതുപോലെ പൊരിച്ചിട്ട് തൈര് കലക്കി അത് വെച്ചിട്ട് ഈ കത്തിരിക്ക ഫ്രൈ ചെയ്തത് അതിലോട്ടിടണം. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ആദ്യം ഞാൻ വിചാരിച്ച് കൊള്ളത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്പൂണ് വായിൽ വെച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ വീണ്ടും അതിലിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും വരണ്ട. എനിക്ക് മാത്രമേ ഞാനത് യൂസ് ചെയ്യുള്ളൂ. അതായത് ആ കറി വേറെ ആരും തൈര് ഇവിടെ വീട്ടിൽ കഴിക്കാറില്ല. അപ്പം ഞാൻ മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. ഇനിയിപ്പോൾ അതും പറഞ്ഞ് ആരും വരരുത് പ്ലീസ്. കാരണം എനിക്കൊരു അനുഭവമുണ്ട്. അതൊരു കാരക്കയില വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് അബദ്ധം പറ്റിയതാണ്. പക്ഷെ അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷെ അത് ശരിക്കൊരു ഫോൾട്ടാണ്. ഓക്കെ, പിന്നെ അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ചക്കയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാട വിഴുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ച് ചക്കയുടെ ഇതിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് കുരുന്ന് പാടയൊക്കെ എടുത്ത് ഇതും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക്. അതായത് ഇവിടെ വീട്ടിൽ ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളുടെ ഒന്നും ആരും അങ്ങനെ കഴിക്കാറില്ല. ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ കുറച്ച് മതി, വളരെ കുറച്ച് മതി. എത്ര കുറച്ച് വെച്ചാലും ഞാൻ മാത്രം കഴിക്കുന്നുണ്ട്, തീരത്തില്ല. പിന്നെ അതിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഈ ഇടുന്ന സംഭവം ഫേസ് മാസ്കാണ്. അതായത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണിത്. അപ്പം അതും തൈരും കൂടി വെച്ചിട്ട് ഞാനൊന്ന് മുഖത്തിടാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് മുഖത്തിട്ട്. ഇവിടെ വീട്ടിൽ ഒരുപാട് മഞ്ഞളുണ്ട്. അപ്പം അത് ഞാൻ പൊടിപ്പിച്ച് ഞാൻ തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണം. കാരണം മാമിക്ക് ഇതൊക്കെ ചെയ്യാൻ ടൈമില്ല. പിന്നെ അത് ഞാൻ തന്നെ പൊടിപ്പിച്ച് വെച്ച് അങ്ങനെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. പിന്നെ കറക്കും എടുക്കും. കാരണം നല്ല മഞ്ഞയാണ്, അത് ഫ്രഷ് ആണല്ലോ, അതിൽ വേറെ കെമിക്കൽസ് ഒന്നും ഇതായിട്ടില്ലല്ലോ.
പിന്നെ എല്ലാവർക്കും മഞ്ഞൾ പിടിക്കണമെന്നില്ല, കാരണം ചിലർക്കൊക്കെ ഇങ്ങനെ ഇച്ചിങ് ഉണ്ടാവും. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇട്ടിട്ട് വന്നപ്പോഴത്തേനും എനിക്കതങ്ങ് റെഡിയായി. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇടാവുള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇത് ഗ്യാസ് ഓണാക്കി വെച്ചിരുന്നു, പിന്നെ അതൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന്. പിന്നെ എൻ്റെ പാചക പരിപാടികളൊക്കെ ഇന്ന് തീർന്ന്. ഇനി വൈകുന്നേരം ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഇന്നിനി വയ്യ, മടിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.